കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചുവെന്ന ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി മൈലക്കച്ചാലിൻ്റെ ശംശാനയിൽ നിറവേറുന്ന മഹനീയ നിമിഷങ്ങൾക്ക് നാം ഇന്ന് സാക്ഷികളാകുകയാണ്. 1998 ഒക്ടോബർ മാസം മൈലകച്ചാലിൽ കുടുംബത്തിൽ റോഷി മാനുവലിൻ്റെയും സിസിലിയുടെയും രണ്ടാമത്തെ മകനും
സിസ്റ്റർ പ്രജീത് മൈലക്കച്ചാൽ ലസേബിയസിൻ്റെയും റോസ് മേരിയുടെയും സഹോദരനായി ശംശാന ആന്റണി മൈലക്കച്ചാലിൽ പൂജാതനായി. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം വടക്കാഞ്ചേരിയിലുള്ള ചെറുപുഷ്പ LP സ്കൂളിലും തൊടുപുഴയിലുള്ള ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പൂർത്തിയാക്കിയ ശംശാന 2014 മെയ് മാസം മൈലാടിയിലുള്ള വിൻസെൻഷ്യൻ മൈന സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. പിന്നീട് 2 വർഷം പാലാ വിൻസെൻഷ്യൻ മൈന സെമിനാരിയിലും തുടർന്ന് നവസന്യാസ പരിശീലനത്തിനായി പടമുഖത്തുള്ള നൊവിഷേറ്റിലേക്കും അയക്കപ്പെട്ടു. 2018 മെയ് മാസത്തിൽ വിൻസെൻഷ്യൻ സഭയിൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയ ആന്റണി ശംശാന തത്വശാസ്ത്ര പഠനത്തിനായി ബാംഗ്ലൂർ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കപ്പെട്ടു. 3 വർഷത്തെ തത്വശാസ്ത്ര പഠനം ഫസ്റ്റ് റാങ്കോടെ പൂർത്തിയാക്കി. പിന്നീട് പാലാ വിൻസെൻഷ്യൻ മൈന സെമിനാരിയിൽ 1 വർഷത്തെ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കിയ ശംശാന ദൈവശാസ്ത്ര പഠനത്തിനായി ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിലേക്ക് അയക്കപ്പെട്ടു. അവിടെ ഏറ്റവും ഉയർന്ന സ്ഥാനമായ സുമ്മാ cum laude നേടി തൻ്റെ പഠനം പൂർത്തിയാക്കി. 2023 മെയ് മാസത്തിൽ വിൻസെൻഷ്യൻ സഭയിൽ നിത്യവ്രതവാഗ്ദാനം നടത്തി. ഇപ്രകാരം തൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി മൈലക്കച്ചാൽ ശംശാന ഇന്ന് ശംഷാബാദ് അതിരൂപതയുടെ സഹായമെത്താൻ അഭിവന്ധ്യ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിൻ്റെ ശ്ലൈഹിക കൈവപ്പ് വഴി ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പാലാ സെന്റ് മേരീസ് ലാളം പഴയപള്ളി ഇടവകയെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ സുദിനമാണ്. കാരണം ഈ ഇടവകയുടെ പുത്രൻ ബഹുമാനപ്പെട്ട ശംശാന ആന്റണി ദൈവപുത്രനായ മിശിഹായുടെ ആഹ്വാനം സ്വീകരിച്ച് ജീവിതകാലം മുഴുവൻ ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ ഉറപ്പിച്ച് അവിടുത്തെ പരിശുദ്ധ പൗരോഹിത്യത്തിൽ ഇന്ന് പങ്കുചേരുകയാണ്. തങ്ങളുടെ പ്രിയ മകനെ വളർത്തി വലുതാക്കി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന മാതാപിതാക്കളുടെയും സഹോദരികളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതീക്ഷകളെല്ലാം ഈ സുന്ദര സുദിനത്തിൽ പൂവണിയുകയാണ്. മഹനീയവും അനുഗ്രഹദായകവുമായ ധന്യനിമിഷത്തിൽ പഥ്യപൂർവ്വം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പട്ടം നൽകൽ ശുശ്രൂഷയുടെ പ്രാരംഭമായുള്ള പ്രദർശനം ആരംഭിക്കുകയാണ്. പ്രദർശനത്തിൻ്റെ ഏറ്റവും മുൻപിൽ സംഭവിക്കപ്പെടുന്ന സ്ലീവ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി മഹത്വത്തോടെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതീകമാണ്. പുരോഹിതന്റെ ജീവിതം ക്രൂശിതനോട് ചേർന്നും കുരിശിൻ്റെ പാതയിലും തണലിലുമാണെന്ന് തിരുസഭ വൈദികനെ ഓർമ്മിപ്പിക്കുന്നു. പ്രദർശനത്തിൽ സംഭവിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവിശ്വാസം പഠിപ്പിക്കുവാനും ജീവിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് സൂചിപ്പിക്കുന്നു. പാപമോചനത്തെയാണ് ധൂപം സൂചിപ്പിക്കുന്നത്. ഉന്നതത്തിലേക്ക് ഉയരുന്ന പരിമള ധൂപം പ്രാർത്ഥന അടിയുറച്ചുകൊണ്ട് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവനാണ് വൈദികൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രദർശനത്തിൻ്റെ ഏറ്റവും പിന്നിലായി തിരുവസ്ത്രങ്ങൾ കയ്യിൽ വഹിച്ച് പട്ടം സ്വീകരിക്കുവാനുള്ള ശംശാനയും ശുശ്രൂഷികളാലും ആർച്ചഡീക്കനാലും അനുഗതനായി അഭിവന്ധ്യ പിതാവും ആഗതരാകുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് ഇവരെ ഈ ദേവാലയത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കടപ്പെട്ടവനാണ് വൈദികൻ എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് വൈദിക പട്ടം സ്വീകരിക്കുവാൻ ഒരുക്കമായി വൈദികാർത്ഥി അഭിവന്ധ്യ പിതാവിൻ്റെ മുൻപാകെ മുട്ടുകുത്തി വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയും സഭാധികാരമുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ വിശ്വാസപ്രതിജ്ഞ ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ അനുഗ്രഹം വൈദികാർത്ഥി നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് ഇരുണ്ട് കൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അയോഗ്യനായ ഞാൻ നിശംശാന ആന്റണി മൈലക്കച്ചാലിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മെത്രാൻ്റെ മുൻപാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ
ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടതു വഴിയോ തിരുസഭയിലൂടെ ദൈവീകമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടുമുള്ള വിധേയത്വത്തോടുകൂടെ വർദ്ധിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇപ്പോൾ മുടിമുറിക്കൽ കർമ്മമാണ്. മിശിഹ പുരോഹിതാർത്ഥിയുടെ പാപഭാരം മുഴുവൻ നീക്കിക്കളഞ്ഞ് അദ്ദേഹത്തെ പൗരോഹിത്യമെടുത്ത വിശുദ്ധിയിലേക്ക് ആനയിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കി കളയട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വാഴും പിതാവായ ദൈവമേ, നിൻ നാമം സംശുദ്ധമായിടേണം. നിൻ രാജ്യമെന്നെന്നും വന്നിടണം. പാരും പരിശുദ്ധൻ 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 നീ. സ്വർഗ്ഗത്തിൽ വാഴും പിതാവാകും ദൈവമേ, നിൻ
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപൂർവ്വം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളുടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മികപരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തതായി വരുന്ന പ്രാർത്ഥനാ ഗാനം. ദൈവദൂതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹോന്നത ദാനമാണ് പുരോഹിതൻ ഭരമേൽക്കുക. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിൻ്റെ ഭവനം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭക്തൻ്റെ വികാര വിചാരങ്ങളും ഹൃദയത്തുടിപ്പുമാണ് ഈ പ്രാർത്ഥനാ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പുരോഹിതാർത്ഥിയെ ദേവാലയത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയും ഈ ഗാനം അനുസ്മരിപ്പിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണാൻ എൻ്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. എൻ്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. പ്രതാപവാനായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങേ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും. പുതുമണിയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് പാർക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തൻ്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണാൻ എൻ്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. ഭൂമിയുടെ ഉത്പാദ പുരോഹിതൻ ഉറനശിച്ചു പോയ ലോകത്തെ
ക്രൈസ്തവ ജനത്തെ കുറവ് സംഭവിച്ച ദൈവജനത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വഴി സ്നേഹജനത്തിന് നവീകരിക്കുവാനുള്ള പൗരോധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തതായി വരുന്ന പ്രാർത്ഥനാ ഗാനം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പുരാതന കാലത്തും നവീന കാലത്തും അങ്ങയുടെ വിശ്വസ്തദാസരെ അങ്ങ് ധരിപ്പിച്ച പുരോഹിത വസ്ത്രം അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ആരാധകനെ ധരിപ്പിക്കണമേ. രാവും പകലും കറകൂടാതെ അങ്ങേക്ക് സമാധാന ബലി അർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനുള്ള സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പാപമോചനത്തിൻ്റെയും പ്രതീകമാണ്. അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ ദൈവത്തിനായി സ്വയം സമർപ്പിച്ച സുതനോട് പാപമാലിന്യം നിന്ന് ഹൃദയത്തെ കഴുകി വിശദീകരിക്കുവാൻ സഭാമാതാവ് ഉത്ബോധിപ്പിക്കുകയാണ്. ഈ സമയം നമുക്കെല്ലാവർക്കും ഇരുന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അങ്ങയുടെ പുരോഹിതർ നീതിയും വിശുദ്ധർ മഹത്വവും ധരിക്കും. പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, വിശുദ്ധിയാകുന്ന തൈലം കൊണ്ട് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ആരാധകരുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കായി തിരുസഭയിൽ പുരോഹിത ധർമ്മം നിർവഹിക്കുവാനും വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കാനും അങ്ങയുടെ കരങ്ങൾ ഈ ദാസനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുകയും ചെയ്യും.
പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും, അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയെ മഹത്വവും അങ്ങാകുന്നു. അങ്ങയുടെ ദിവ്യ സഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തൻ്റെ വിശുദ്ധന്മാരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ ഒരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ച് ശക്തിപ്പെടുത്തി, ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ വർദ്ധിക്കുകയോ ചെയ്തില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അടുത്തു വരുന്ന പ്രാർത്ഥനാഗണത്തിനിടയിൽ ആർഷരീഖിന് ആനയിക്കപ്പെട്ട് വൈദികാർത്തി ആദ്യം ബലിപീഠവും പിന്നീട് മാമോദിസ തൊട്ടിയും ചുംബിക്കുന്നു. അൾത്താരിൽ ബലിയർപ്പിക്കണം എന്നതാണ് അൾത്താര ചുംബനത്തിൻ്റെ അർത്ഥം. ദൈവിക ജീവൻ്റെ ഉറവിടമായ ജ്ഞാനസ്നാനം പരികർമ്മം ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന് അനേകം ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന പൗരോധർമ്മത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദിസ തൊട്ടി ചുംബിക്കുന്നത്. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കും, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അമൂല്യവരങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഈ ദാസന്റെ കരങ്ങൾ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധിയുടെ പരോധിധർമ്മം നിർവഹിച്ച പുരോഹിതരുടെ ഗണത്തിൽ ഇയാളെയും ചേർക്കണമേ. മഹത്വപൂർണയായ സഭയുടെ ചൈന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ൂഹാ
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിൽ കൂടി അല്ലാതെ മറ്റ് വഴിക്ക് പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ പ്രവേശിക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. കാവൽക്കാരൻ അയാൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അയാളുടെ സ്വരം കേൾക്കുന്നു. അയാൾ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അയാൾ തനിക്ക് സ്വന്തമായവയെ എല്ലാം പുറത്തിറക്കിയിട്ട് അവയ്ക്ക് മുമ്പേ പോകുന്നു. അയാളുടെ സ്വരം തിരിച്ചറിയുന്നതിനാൽ ആടുകൾ അയാളെ പിന്തുടരുന്നു. ഞാനാകുന്നു വാതിൽ. എന്നിൽ കൂടി അകത്ത് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. കള്ളന് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും മാത്രമാകുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആളുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി അവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അയാൾ കൂലിക്കാരനായതിനാലും ആടുകളുടെ കാര്യത്തിൽ താല്പര്യം ഇല്ലാത്തതിനുമാണ് ഓടിപ്പോകുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വികാരിച്ചൻ, ബഹുമാനപ്പെട്ട തടത്തിലച്ചൻ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ തൊണ്ടത്തിക്കുന്നൽ പ്രൊവിൻഷ്യൽ, റവറൻഡ് ഫാദർ ജോബി ജനറൽ കൗൺസിൽ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. പാലായുടെ ഹൃദയഭാഗത്തുള്ള ഈ ദേവാലയത്തിൽ തമ്പുരാൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരോഹിത ശുശ്രൂഷയിലേക്ക് നമ്മുടെ ഇടയിൽ നിന്നും മൈലക്കച്ചാലിൽ ആൻ്റണി ഡീക്കനെ ഉയർത്തുന്ന നിമിഷമാണ്. ഈ അവസരത്തിൽ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തടത്തിലച്ചൻ, എനിക്ക് തോന്നുന്നത് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ആകാംക്ഷയുണ്ടായിരുന്ന ആളാണ്. പല പ്രാവശ്യം എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ 2-3 ദിവസം ആയതേ ഉള്ളൂ പാലായി വന്നിട്ട്. അതിനിടയ്ക്ക് തന്നെ 2 പ്രാവശ്യം എന്നെ വന്നു. എൻ്റെ വലിയൊരു സുഹൃത്തായ അദ്ദേഹത്തിന് ഇതിലൊരു വീഴ്ചയും കൂടാതെ പെർഫെക്റ്റായിട്ട് നടത്തണമെന്നുള്ള ഒരു വികാരിച്ചൻ്റെ താല്പര്യം ഞാൻ കാണുന്നു. അതുപോലെ അസേന്ത്യച്ഛന്മാർ 2 പേരും അവരും വളരെ ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുത്തു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ അടുത്ത് ഡീക്കൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡീക്കനോട് ചോദിച്ചു, BC അതെന്താണ്? എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കാരിസം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കാരിസം പ്രീച്ചിങ് ആണ്. അപ്പോൾ പ്രീച്ചിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുന്നു. കോട്ടയും മറ്റും പ്രീച്ചിങ്ങിന് വേണ്ടി അനേകം പേരെ ഈശോയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പ്രീച്ചിങ്ങിനെ ഊന്നി സംസാരിക്കാമെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം ഇന്ന് നാം വായിച്ചു കേട്ടത് 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. അങ്ങനെ നല്ല ഇടയനായ ഈശോയെപ്പോലെ നല്ല ഇടയനായിത്തീരണം. ഈശോയുടെ വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ജോലി കിട്ടുന്നിടത്തെല്ലാം പ്രസംഗിക്കുകയായിരുന്നു. ആളെ എവിടെ കണ്ടുകൂടിയാലും അവരെയൊക്കെ പഠിപ്പിച്ചു. അത് കടൽ തീരമാകട്ടെ, അതുപോലെ തന്നെ തെരുവുകളാകട്ടെ, ഒരു സദ്യ നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാകട്ടെ,
അവിടെയൊക്കെ വാസ്തവത്തിൽ പഠിപ്പിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ നമ്മുടെ ഈ ജമാഅത്തിനും അവരുടെ കോൺഗ്രിഗേഷനും ഒക്കെ ഈശോയുടെ ഈ പ്രത്യേകമായിട്ട് ദൗത്യം പിന്തുടരുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തൻ്റെ മുന്നിലിരുന്നവരോട് അവസാനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം എൻ്റെ കൂട്ടത്തിലിരുന്നു. 15-16 ഇങ്ങനെയാണല്ലോ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന്. എന്നിട്ട് ഇതിൻ്റെ വാസ്തവത്തിൽ ആരംഭം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ മലയിലേക്ക് കയറി, പഠിപ്പിച്ച ശേഷം മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. തമ്പുരാൻ ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചു. അവരോടാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു 14-ാമത്തെ തിരുവചനം ഇങ്ങനെയാണല്ലോ, തന്നോടുകൂടി ആയിരിക്കുന്നതിന്, പ്രഘോഷിക്കാൻ, പ്രസംഗിക്കാൻ അയക്കുന്നതിന് വേണ്ടി. 2 കാര്യത്തിന് വേണ്ടിയാണ് അവരെ ഇഷ്ടപ്പെട്ടത്. തന്നോടുകൂടി ആയിരിക്കണം, അങ്ങനെ തന്നോടുകൂടി ആയിരുന്നതിന് ശേഷം പ്രസംഗിക്കാൻ പോകണം. ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. ആകപ്പാടെ വെറുതെ ഇരിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് ഒരു വലിയ ഒരു തിരഞ്ഞെടുപ്പും ദൈവത്താലുള്ള നേരിട്ടുള്ള ഒരു വിളിയുമാണ്. അതുകൊണ്ടാണല്ലോ ജെറമ്യായുടെ പുസ്തകം, പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം ജെറമ്യായോട് പറഞ്ഞു, ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. നിയോഗം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു വിടുന്ന, പ്രത്യേകമായി ദൗത്യമേൽപ്പിച്ചു വിടുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ നിയോഗമാണ്. അപ്പോഴാ നിയോഗത്തിന് തിരഞ്ഞെടുത്തവൻ പറഞ്ഞു, എനിക്ക് തന്നെ അറിയാം എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്, നിനക്കും അറിയാം, പിന്നെ ഞാൻ എങ്ങനെ ഈ നിയോഗം നിർവഹിക്കും? അപ്പോൾ 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവിടുന്ന് അവൻ്റെ അധരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ വായിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു, ഇത് എൻ്റെ വചനങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ നിറച്ചിരിക്കുന്നു. വാസ്തവത്തിൽ കർത്താവിൻ്റെ വചനം കൊണ്ട് നിറഞ്ഞിട്ട് വേണം അതിൻ്റെ തികവിൽ നിന്ന് അധരം ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനെന്ന്. അങ്ങനെ വചനം സംസാരിക്കുമ്പോഴാണ് ഏറ്റവും സങ്കീർത്തനത്തിൽ 145-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണല്ലോ, തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവർത്തികൾ പ്രകീർത്തിക്കും. ഇങ്ങനെ നിറഞ്ഞ വചനം കൊണ്ട്, ദൈവവചനം കൊണ്ട് നിറയുമ്പോൾ അവിടുത്തെ പ്രവർത്തികൾ കാണുന്നവരോടൊക്കെ പ്രകീർത്തിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അങ്ങയുടെ വീരകൃത്യങ്ങൾ വിവരിക്കും. കർത്താവിൻ്റെ വീരകൃത്യങ്ങൾ അറിയണമെങ്കിൽ തന്നോടുകൂടി ആയിരിക്കണം. അങ്ങനെ തന്നോടുകൂടി ആയിരിക്കുമ്പോൾ താൻ ചെയ്ത വീരകൃത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തും. അതാണ് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. വീണ്ടും നമുക്ക് കാണുന്നുണ്ട് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം ഇങ്ങനെയാണല്ലോ, മനുഷ്യപുത്ര നീ എന്താ കാണുന്നത്? എന്നിട്ട് അവനൊരു ചുരുൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ ചുരുൾ നീ ഭക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തോട് നീ സംസാരിക്കണം. അപ്പോഴീ ചുരുൾ കൊടുത്തപ്പോഴേ പ്രവാചകന് അത് ഭക്ഷിക്കാൻ മടിച്ചു. 2-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, അവന് എന്നെ പ്രേരിപ്പിച്ചു, കഴിക്കുക. അവനെങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. കണ്ടാൽ വലിയ ബ്യൂട്ടിഫുള്ളൊന്നും ആയിരുന്നില്ല ആ ചുരുൾ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും നല്ല മുട്ടായി പാക്കറ്റ് കൊടുത്ത് അന്നേരം വാങ്ങി ഭക്ഷിക്കും. പക്ഷേ ഈ ചുരുൾ നന്നായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഭക്ഷിക്കാതിരുന്നപ്പോഴിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു, കഴിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തരുന്ന ഈ ചുരുൾ കൊണ്ട് വേണം നിൻ്റെ വയറ് നിറയ്ക്കാൻ. അങ്ങനെ ആ ചുരുൾ കൊണ്ട് വയറ് നിറച്ച് ദൈവം പ്രോത്സാഹിപ്പിച്ച് വയറ് നിറച്ചിട്ടാണ് വാസ്തവത്തിൽ ദൈവവചനം കൊണ്ട് നിറച്ചിട്ടൊരു മനുഷ്യനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വാസ്തവത്തിൽ ദൈവം നൽകുന്ന വലിയ ചുരുളെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഗ്രന്ഥം ഭക്ഷിച്ചിട്ട് വേണം വാസ്തവത്തിൽ ഓരോ പുരോഹിതനും തൻ്റെ ദൗത്യം നിർവഹിക്കാൻ. അതുകൊണ്ടാണ് 1-ാമത്തെ
മാർപ്പാപ്പായ പത്രോസ് പറഞ്ഞത്, ഇത് നിങ്ങളൊരു വിശുദ്ധ ജനമാണ്, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നിങ്ങൾ മറ്റൊന്നും പറയണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ സെലക്ട് ചെയ്തവൻ, അവൻ്റെ നന്മകൾ പ്രകീർത്തിക്കുക. അവൻ്റെ നന്മകളെ പറ്റി നിങ്ങൾ പ്രഘോഷിക്കണം. അതായിരിക്കണം നിങ്ങളുടെ വാസ്തവത്തിൽ പ്രഘോഷണം എന്ന് പറയുകയാണ്. ഇത് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ മുഴുവൻ ഇത് കാണുന്നുണ്ട്. ഈ നന്മകൾ പ്രഘോഷിക്കുന്ന, ഈ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന കാര്യം. കാരണം ഈ ദൈവത്തിൻ്റെ വചനത്തിന് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ അതിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 4:12 വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതാണ്, ആക്റ്റീവാണ്. അങ്ങനെ ജീവനുള്ള, ചലിക്കുന്ന, ആക്റ്റീവായിട്ടുള്ള ദൈവവചനം ഉൾക്കൊണ്ടതിന് ശേഷം വേണം ഇത് പ്രഘോഷിക്കാനെന്ന് പ്രത്യേകമായ രീതിയിൽ അവിടുന്ന് പറയുന്നുണ്ട്. ഇനി അത് ആരോടാണ് പ്രഘോഷിക്കേണ്ടതെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 145-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു, നിങ്ങൾ തലമുറയോളം ഇത് പ്രഘോഷിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ വരും തലമുറയോട് ഇന്ന് പ്രഘോഷിച്ച് നിർത്താൻ പാടില്ല. കണ്ടിന്യൂസ് പ്രീച്ചിങ് ആയിരിക്കണം. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഈ വചനം പ്രസംഗിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വചനം പ്രസംഗിക്കുന്നതിന് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല. അങ്ങനെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ഇത് പ്രസംഗിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. നിക്കിയ സുനദോസ് AD 325 നമുക്കറിയാം. വളരെ വിപരീതമായ ഒരു സാഹചര്യത്തിൽ കൂടിയ ഒരു സുനദോസാണല്ലോ. അതിൽ അത്നേസിസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തിയോളജിയൻ, അന്ന് അദ്ദേഹത്തിന് 29 വയസ്സാണ്. അന്ന് അദ്ദേഹം അതിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ജീസസ് ദാറ്റ് ഐ നോ ആസ് മൈ റിഡീമർ കനോട്ട് ബി ലെസ് ദാൻ ഗാഡ്. ആര്യനിസത്തിൻ്റെ സാഹചര്യത്തിലാണ് പറഞ്ഞത്, ജീസസ് ദാറ്റ് ഐ നോ ആസ് മൈ റിഡീമർ കനോട്ട് ബി ലെസ് ദാൻ ഗാഡ്, ഈസ് ഗോഡ് ഹിംസെൽഫ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ വലിയ സമൂഹത്തിന്, എതിർപ്പുള്ള സമൂഹത്തിൽ പറഞ്ഞു, ഇഫ് ദ വേൾഡ് ഈസ് അഗൻസ്റ്റ് ദ ട്രൂത്ത് ദെൻ ഐ ആം അഗൻസ്റ്റ് ദ വേൾഡ്. ഭൂലോകം മുഴുവനും എതിർത്ത് നിന്നാലും സത്യത്തിൻ്റെ കൂടത്തിൽ ഞാൻ നിൽക്കും, ആ ലോകത്തിനെതിരായിട്ട് ഞാൻ നിൽക്കും എന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് പൗലോസ്ലിഹ ജയിലിൽ കിടന്നുകൊണ്ട് തിമോത്തിയസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. 2 തിമോത്തി 4:2 വചനം പ്രഘോഷിക്കുക. അത് ടൈം, വെദർ ദ ടൈം ഈസ് ഫേവറബിൾ ഓർ അൺഫേവറബിൾ, വചനം പ്രസംഗിക്കാൻ ഫേവറബിളായിട്ടുള്ള ടൈം അത് വാസ്തവത്തിലില്ല. വചനം പ്രസംഗിക്കുന്നത് അൺഫേവറബിളായിട്ടുള്ള സാഹചര്യത്തിലാണ്. അങ്ങനെ അൺഫേവറബിളായിട്ട് സാഹചര്യത്തിലും നിങ്ങൾ വചനം പ്രസംഗിക്കണമെന്നാണ്. എനിക്ക് എൻ്റെ ചെമ്മാച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം വചനം പ്രഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിൻസെക്ഷൻ സഭക്കാർ അൺഫേവറബിളായിട്ടുള്ള സ്ഥലങ്ങളിലും വചനം പ്രഘോഷിക്കുന്ന, കർത്താവിനെ പ്രഘോഷിക്കുന്ന, അത് മുഴുവൻ ഹൃദയത്തിൽ നിറച്ചിട്ട് ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നവരാണ്. അതിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മേലക്കച്ചാലിൽ കുടുംബത്തിൽ നിന്നും 3 കുട്ടികളാണ് ഋഷിക്കും സിസിക്കുമുള്ളത്. അങ്ങനെ 3 കുട്ടികളിൽ 3/2 ഭാഗം സഭയ്ക്ക് കൊടുത്തു. ഒരാളെ അച്ഛനായിട്ടും ആൻ്റണിയെ അച്ഛനായിട്ടും, ഒരാളെ സിസ്റ്റർ ബ്രിജിത്ത് ഇവിടെയുണ്ട്, MBBS സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ബ്രിജിത്ത്. അങ്ങനെ 3/2 ഭാഗം സഭയ്ക്ക് കൊടുത്ത ഒരു കുടുംബമാണ്. ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ 3-2 പേരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ തോന്നുന്നു, ഇങ്ങനെ ഏക മകനാണല്ലോ, കഷ്ടമല്ലേ? അവ പറഞ്ഞു, ദൈവം വേണ്ടത് നോക്കിക്കോളൂ. ആ വിശ്വാസത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് തലകുനിക്കുന്നു. കാരണം ഒരു പ്രത്യേകതയുണ്ട് 2 പേരുടെയും, അതായത്
റോഷിയുടെയും സിസിയുടെയും 2 പേരുടെയും മാതാപിതാക്കന്മാരും ജീവിച്ചിട്ടുണ്ട്. 2 പേരുടെയും ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അങ്ങനെ ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം വരാൻ പറ്റാത്തടത്തും പോയി മേടിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ ഡീക്കൻ ചെറുപ്പക്കാരനായ അത്തനേസിനെ പോലെ തല ഉയർത്തിപ്പിടിച്ച് സത്യവിശ്വാസം പ്രഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വചനം ഈ തിരുക്കർമ്മം തുടങ്ങിയത് വചനത്തിൽ കൈവച്ചുകൊണ്ടാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ടാണ്. ഈ തിരുക്കർമ്മം അവസാനിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം കൊടുത്തുകൊണ്ടാണ്. നിൻ്റെ മാർഗ്ഗദീപം വിശുദ്ധ ഗ്രന്ഥമായിരിക്കട്ടെ, നിൻ്റെ നിയമാവലി വിശുദ്ധ ഗ്രന്ഥമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ സഭയുടെ കാരിസ്യമനുസരിച്ച് അതിശക്തമായ രീതിയിൽ വചനം പ്രഘോഷിക്കുവാൻ ഈ സഭയ്ക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഡീക്കനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥനയും നൽകിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകരും പരിപാലകരും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അധിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവ് ഈ സഹോദരന്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കാനും മാർപ്പാപ്പയ്ക്കും എത്രാനും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യരുടെ അടയാളമായ സാഹോദര്യം പുലർത്താനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്താനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടി പിടിക്കാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാക്കാരനായിരിക്കുവാനും അവശതയും അനേധ്യം അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. അങ്ങേ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കം, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്താനും
അങ്ങയോടുള്ള വിശ്വസ്തയിൽ മരണം വരെ ഉറച്ചു നിൽക്കാനും ഇയാൾക്കൊക്കെ കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവൈശ്വരായ എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ലീവായ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും നിവിദായവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അച്ചഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പൗരോഹിത്യത്തിൻ്റെ ഉന്നത പദവി ഈ ദാസനേകുവാനായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് ആലപിക്കുവാൻ പോകുന്നത്. പൗരോഹിത്യം പരിശുദ്ധാത്മാവിൻ്റെ വിശിഷ്ടമായ ദാനമാണ്. പൗരോഹിത്യ കർത്തവ്യങ്ങൾ വിശുദ്ധമായി നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ധാരാളം പ്രിയപ്പെട്ട വൈദികാർത്ഥിക്ക് പ്രദാനം ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും ഏകസ്വരത്തിൽ ഹൃദയപൂർവ്വം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ പങ്കുചേരാം. ആരാധന
അടുത്തതായി അംശവടിയും അധികാരശിലങ്ങളും അണിഞ്ഞ കാർമികൻ പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കരങ്ങൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. രണ്ട് മുട്ടുകളും കുത്തുന്നത് രണ്ട് ദാനങ്ങൾ അഥവാ രണ്ട് നാണയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, പാപമോചകമായ മാമോദീസ നൽകുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നുവെന്ന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്കും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവാദൈവത്തിൻ്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്ത് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളോടെ നമ്മുടെ പ്രിയപ്പെട്ട ശംശാന പുരോഹിതനായി അഭിഷിക്തനാകുന്നു. കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എന്നുള്ളിൽ വരണമേ എന്ന യാചനയാണ് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളിൻ്റെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവാത്മാവ് തൻ്റെ ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകുവാൻ നിയുദ്ധനായിരിക്കുന്ന പുരോഹിതാർത്ഥിയെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലും ദൈവപുത്രൻ്റെ കൃപയാലും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റി മുതൽ പുറകോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും രൂഷ്മ ചെയ്യുന്നു. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപമോചിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥിയെ രൂഷ്മ ചെയ്ത് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ഹൃദയപൂർവ്വം ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനാ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനാ ഞങ്ങളുടെ രാജാവേ, അവർണ്ണീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവികാദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പുരോഹിത ശുശ്രൂഷ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ തിരുസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളിൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനാ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ആന്റണി മേലകച്ചാലിൽ എന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും പ്രബോധകരെയും പുരോഹിതരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടിയുള്ള വരമയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാ ബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുബകായ ശുശ്രൂഷ ചെയ്യുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗ്യത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കാനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകാനും സഭയുടെ നാമത്തിൽ വിഭാഗം ആശീർവദിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കാനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനരായിരിക്കാനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകവും സിംഹാസനം മുമ്പിൽ പ്രത്യാശപൂർവ്വം നിൽക്കാനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ തിരുസഭയ്ക്ക് ഒരു നവവൈദികൻ. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ലാളം പഴയപള്ളി ഇടവകയുടെയും വിൻസെൻഷ്യൻ സന്യാസമൂഹത്തിൻ്റെയും മൈലക്കച്ചാലിൽ കുടുംബത്തിൻ്റെയും സ്നേഹസമ്മാനം. ഫാദർ ആൻ്റണി മൈലക്കച്ചാലിൽ BC. വിൻസെൻഷ്യൻ സഭയിലെ 611 വൈദികനായി നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി അച്ഛൻ തിരുസഭയ്ക്ക് മുഴുവനായി ബലിയർപ്പിക്കുവാൻ മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അഭിമന്യ പിതാവ് നവവൈദികനെ പുരോഹിതൻ്റെ വസ്ത്രം അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടി അഭിമന്യ പിതാവ് നവവൈദികന് വിശുദ്ധ സുവിശേഷം നൽകുന്നു. തുടർന്ന് നവവൈദികൻ്റെ നെറ്റിയെ റൂഷ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിൻ്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിൻ്റെ ജീവിതമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി ആൻ്റണി മൈലക്കച്ചാലിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ദാസർക്കാത്മീക നാണയമാ ദാസർക്കാത്മീക നാണയമാ കക്രാമൽകിയ മിശിഹായേ നിൻതുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാം ദാസർക്കാത്മീക നാണയമാ കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കുകയും അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നരരക്ഷകനാം മിശിഹായേ, ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു. ശക്തിയിലും നിൻ ബുദ്ധിയിലും നരരക്ഷകനാം മിശിഹായേ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തുടർന്നുള്ള പ്രാർത്ഥനാ ഗാനത്തിനിടയിൽ അർഹതയാക്കാൻ ആനയിക്കപ്പെട്ട് നവവൈദികൻ ആദ്യം ബലിപീഠത്തിൻ്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുകയും അഭിപന്തി പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കൈകുരിശുമുത്തി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. ും
ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇതാ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു സുന്ദര മുഹൂർത്തം. വൈദികനം മുഴുവനും തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികൻ്റെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥന നിർഭരമായ ആശംസകളും അർപ്പിക്കുന്നു. ദൈവം
പട്ടണ ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനയിലേക്ക് നാം കടക്കുകയാണ്. മിശിഹായുടെ ദാസനും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന നിലയിൽ ദൈവത്തിനും ദൈവജനത്തിനും സേവനമനുഷ്ഠിക്കുന്നതിനും സഭയിലെ വിശുദ്ധ ശുശ്രൂഷകനായി ജീവിക്കുന്നതിനും ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ നൽകണമേ എന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്ക് ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ തൃത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, വിജയശ്രീലാല കുരിശിൻ്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാപൂർണതയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാറോസേപ്പിൻ്റെയും സ്യാപയോഗൻ്റെ അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വസ്ത തീക്ഷ്ണതയും പ്രേഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. പ്രഥമ വേദസാക്ഷിയായ മാർ സ്തഫാനോസിൻ്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിൻ്റെയും മാർ ഗീവർഗസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിൻ്റെയും മറ്റ് മൽപ്പാന്മാരുടെയും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛൻ്റെ ഇളയ സഹോദരിയായ റോസ്മേരിയെ ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഒരച്ഛനും ഒരു കന്യാസ്ത്രീയും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഭാവി ജീവിതം വളരെ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് റോസ്മേരി പ്രത്യേകമായിട്ട് സന്തോഷിക്കുക. പ്രത്യേകം ഇന്ന് മുതൽ അച്ഛനും സിസ്റ്ററുമൊക്കെ റോസ്മേരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ കുടുംബത്തെയും പ്രത്യേക ഫൈനൽ ആശീർവാദത്തിൽ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ അതാ യോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്വത്തിൻ്റെ മഹനീയ മുദ്ര വധിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയമായ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള
വിളി തിരിച്ചറിയാൻ ഇതിനെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിർക്കമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹികമായ കൈവപ്പ് വഴി തന്നെ ശുശ്രൂഷ പൗരത്തിലേക്ക് നയിച്ച അഭിബന്ധി പിതാവിനോട് തനിക്കൊരു നന്ദിയും സ്നേഹവും പ്രകടമാക്കുവാൻ നവവൈദികൻ അഭിബന്ധി പിതാവിന് കത്തിച്ച തിരി നൽകുന്നു.